അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗ്രാൻറ്റ് ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നോക്കുന്നത്. നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഗ്രാൻറ്റിൻ്റെ എമൗണ്ട് അസറ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളിന് നമ്മൾ 5 ലക്ഷത്തിന് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി വരിക എന്ന് വെച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ക്യാഷ് ഓർ ക്രെഡിറ്റ് എന്നാണ് എൻട്രി വരിക 5 lakh. ഗ്രാൻറ്റ് കിട്ടുകയാണ് 2 lakhന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി വരിക എന്ന് വെച്ചാൽ ഗ്രാൻറ്റ് റിസീവബിൾ ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 lakh ടു അസറ്റ് അക്കൗണ്ട് 2 lakh. അപ്പോൾ എന്താണ് അസറ്റിൽ നിന്നും ആ ഗ്രാൻറ്റ് റിസീവബിൾ അല്ലെങ്കിൽ ക്യാഷ് കിട്ടിയ നമ്മൾ എന്താണ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ 2 രീതിയിൽ ചെയ്യാം. 2 രീതിയിലുണ്ട്. ഒന്ന് വെച്ചാൽ ഡിപ്രിഷ്യബിൾ അസറ്റിനും അതേമാതിരി തന്നെ നോൺ ഡിപ്രിഷ്യബിൾ അസറ്റിനും. ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഗ്രാൻറ്റ് അല്ലെങ്കിൽ റിസീവബിൾ ആവുന്ന ഗ്രാൻറ്റ് എന്താണ് ഡിഫേർഡ് ഇൻകം ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ട് അതിനെന്താണ് അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ്റെ റേഷ്യോയിൽ അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ എന്താണ് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ 5 ലക്ഷത്തിന് അസറ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ എൻട്രി വരെ വെച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ക്യാഷ് ഓർ ക്രെഡിറ്റർ. അത് കഴിഞ്ഞിട്ട് ഗ്രാൻറ്റ് കിട്ടുകയാണെങ്കിൽ 2 lakh ഗ്രാൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് എൻട്രി ഇടണം, ഗ്രാൻറ്റ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 2 lakh ടു ഡിഫേർഡ് ഗ്രാൻറ്റ് അക്കൗണ്ട് 2 lakh എൻട്രി ഇടണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ P&Lലേക്ക് ഈ ഡിഫേർഡ് ഗ്രാൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ഡാറ്റ വെച്ചാൽ 5 lakh ആണ് യൂസ്ഫുൾ ലൈഫ് എന്ന് വിചാരിക്കുക. അതേമാതിരി തന്നെ ഡിപ്രിസിയേഷൻ ഓരോ കൊല്ലവും 1 lakh ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡിഫേർഡ് ഗ്രാൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 40,000 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000 എന്ന് നമ്മൾ എന്താണ് എൻട്രി ഇടണം. ഈ 40,000 വന്നതെന്ന് വെച്ചാൽ 2 lakh എന്ന് വെച്ചാൽ ഗ്രാൻറ്റിൻ്റെ എമൗണ്ട് ഇൻറ്റു ഈ കൊല്ലത്തെ ഡിപ്രിസിയേഷൻ 1 lakh ഡിവൈഡ് ബൈ മൊത്തം ഡിപ്രിസിയേഷൻ 5 lakh. മൊത്തം ഡിപ്രിസിയേഷൻ വെച്ചാൽ അസറ്റിൻ്റെ വാല്യൂ 5 lakh ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 40,000 കിട്ടും. ഇനി ഫോർ നോൺ ഡിപ്രിഷ്യബിൾ അസറ്റാണ്. നോൺ ഡിപ്രിഷ്യബിൾ അസറ്റാണെങ്കിൽ 2 രീതി, അതിനും 2 രീതിയുണ്ട്. ഒന്ന് വെച്ചാൽ കണ്ടീഷനുള്ള ഗ്രാൻറ്റും കണ്ടീഷൻ ഇല്ലാത്ത ഗ്രാൻറ്റും. കണ്ടീഷൻ ഇല്ല ഗ്രാൻഡ് ആണെങ്കിൽ നമ്മൾ ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ അതേ ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം എന്താണ്, നമ്മൾ ഡിപ്രിസിയേഷൻ്റെ റേഷ്യോ പ്രകാരം നമ്മൾ ഒബ്ലിഗേഷൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടീഷൻ്റെ ഒബ്ലിഗേഷൻ എന്താണ് അതിൻ്റെ റേഷ്യോയിലാണ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആ ഡിഫേർഡ് ഇൻകം ആയിട്ടുള്ള ഗ്രാൻറ്റിനെ. ഇനി വിത്തൗട്ട് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഗ്രാൻഡിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്രാൻഡിലേക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ 5 ലക്ഷത്തിന് അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി വരിക വെച്ചാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ 5 lakh ടു ബാങ്ക് ക്യാഷ് ഓർ ക്രെഡിറ്റർ 5 lakh. ദെൻ ഗ്രാൻറ്റ് കിട്ടുന്ന സമയത്ത് 2 lakhന് ഗ്രാൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാൻറ്റ് റിസീവബിൾ ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 2 lakh ടു ഗ്രാൻറ്റ് ഇൻകം P&L അക്കൗണ്ട് ഡെറ്റർ 2 lakh. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഗ്രാൻറ്റ് ക്യാഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക.